പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്ററിന് ഉപയോഗിച്ച് എന്ന് കരുതുന്ന ഫോണാണ് കണ്ടെത്തിയത്. ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തു നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള തെളിവാണ് ഈ മൊബൈൽ ഫോൺ. നമുക്കറിയാം, ഇത് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചത് മാത്രമല്ല, ഇവിടുത്തെ ഈ നാട്ടിലെ പോലീസ് സംവിധാനത്തെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയും SHOയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതുൾപ്പെടെയുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തത് ഈ ഫോണിലൂടെയാണ്. മറ്റെന്തൊക്കെ, അതായത് ഈ ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ ആ കേസിൽ എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ടോമേ, ഈ കേസിൽ വളരെ നിർണായകമാണ് ഈ മൊബൈൽ ഫോൺ. കാരണം ഇയാളുടെ പല കുറ്റകൃത്യങ്ങളും നടന്നത് അല്ലെങ്കിൽ നടത്തിയത് ഇതേ ഫോൺ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഈ ഫോൺ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തിന്റെ ആവശ്യവും. ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതും ഇത്തരത്തിൽ ഈ ഫോൺ കണ്ടെത്താനുണ്ട്, പ്രധാനമായും ഈ ഫോൺ കണ്ടെത്താനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങിയത് പോലും. അങ്ങനെ ഒരു ഐഫോൺ ആണ് ഇത്തരത്തിൽ ഇയാൾ കുറ്റകൃത്യം, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട ആ മൊബൈൽ ഫോൺ, അത് ഒരു ഐഫോൺ ആയിരുന്നു. ആ ഫോൺ ഇയാൾ ഏറ്റവും ഒടുവിൽ കസ്റ്റഡിയിലായ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലെ സമീപത്ത് നിന്നാണ് ഈ ഫോൺ കണ്ടെത്തിയത്. അവിടെ ഒരു ഷൂ റാക്കറ്റിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഫോൺ. ഈ ഫോൺ ഇതുവരെ സിം ഉപയോഗിച്ചായിരുന്നില്ല ഇയാൾ ഇത് ഉപയോഗിച്ചിരുന്നത്, വൈഫൈ നെറ്റ് ഉപയോഗിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കേസിൽ വളരെ നിർണായകമാണ് ഈ ഫോൺ. ഇതിപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇയാളെ സഹായിച്ച ആളുകളുണ്ട്, അതായത് ഈ ഒളിവിൽ കഴിയാനും ഇയാൾക്ക് യാത്ര ചെയ്യാനും ഇയാൾക്ക് പണം നൽകിയ ആളുകളുണ്ട്. അവരെയും കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ്. വെള്ളിയാഴ്ച 11:30 കോടതിയിൽ തിരിച്ച് ഹാജരാക്കേണ്ടി വരും. എന്തായാലും കണ്ണൂരിലെ ഈ കേസിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അതോടൊപ്പം കോതമംഗലം രജിസ്റ്റർ ചെയ്ത കേസിലും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കാപ്പ ചുമത്തുന്നവരുള്ള കാലയളവിൽ ഇത്തരത്തിൽ ഇയാളെ പരമാവധി ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുകയും അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ തന്നെ വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. നേരത്തെ ജാമ്യാപേക്ഷ നൽകാത്തതുകൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം ലഭിക്കാത്ത അവസരം വന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇയാൾ പുറത്തിറങ്ങിയാൽ അത് ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ വലിയ നാണക്കേടാവും. കാരണം അത്രത്തോളം വെല്ലുവിളിച്ച് ഇയാൾ ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും വെല്ലുവിളിച്ച ഒരാളാണ്. അങ്ങനെ ഒരാൾ ജാമ്യം നേടി പുറത്തു വരികയാണെങ്കിൽ അത് വലിയ നാണക്കേടാവും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുള്ള മുന്നോട്ട് പോകുന്നു അന്വേഷണം. അതോടൊപ്പം പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഏതായാലും കാപ്പ ചുമത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വളപട്ടണം പോലീസിൽ രജിസ്റ്റർ ചെയ്ത 12 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കേസ് ഹിസ്റ്ററി ഡയറി ഇപ്പോൾ ഇതിന് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർക്ക് കൈമാറും. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഇന്നലെ ഈ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നല്ലോ. ഈ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച കേസിന് ശേഷമായിരിക്കുമോ മറ്റ് കേസുകൾ, അതായത് കോതമംഗലം SHO, അതോടൊപ്പം ഊന്നുകൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയും ഇയാൾ ഭീഷണിയും വെല്ലുവിളിയൊക്കെ മുഴക്കിയിരുന്നു. ആ കേസിലെ അന്വേഷണം എങ്ങനെയായിരിക്കും? അത് ഇതിന് ശേഷമായിരിക്കുമോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. കോതമംഗലം കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. അത് നിലവിൽ ഇപ്പോഴുള്ള കസ്റ്റഡി കാലാവധി അവസാനിച്ചാൽ തൊട്ട് പിന്നാലെ തന്നെ കോതമംഗലം കേസിലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. അവിടെ പ്രധാനപ്പെട്ട കേസുള്ളത് ഇത് തന്നെയാണ്. SHOയെ ഭീഷണിപ്പെടുത്തി, അതോടൊപ്പം ഊന്നുകൽ പോലീസിലും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ പോലീസ് ഓഫീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇയാളുടെ ഭാര്യയുടെ മൊബൈലിലേക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇയാൾ പതിവായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇയാളുടെ പല കൊട്ടേഷൻ സംഘങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഇയാൾ നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഉപയോഗിച്ച ഒരു ഫോണാണ്. ആ ഫോൺ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിരവധി തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ ഇതിലൂടെ ഉണ്ടാക്കാൻ പോലീസിന് സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ തെളിവുകൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോതമംഗലം കേസിൽ കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനിടയിൽ തന്നെ ഈ കാപ്പ ചുമത്തുന്ന നടപടികളിലേക്ക് കടക്കും. പിന്നീട് ജയിലിലടക്കുക, അതായത് അർജുൻ ആയങ്കിയെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പൂട്ടുക, അതാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം പരമാവധി തെളിവുകൾ ഇയാൾക്കെതിരെ ശേഖരിക്കുക. എന്തായാലും
ഇന്ന് തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം ചോദ്യം ചെയ്യലും തുടരുന്നുണ്ട്. ഇയാൾക്ക് സഹായം ചെയ്ത ആളുകളെ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ പ്രതികളാകും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് സ്പോട്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.